അല്ലാഹുവിന്റെ കൽപ്പന വന്നു, നൂഹേ, നിന്റെ കുടുംബത്തെ നീ കൂടെ കൂട്ടണം. കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലിൽ അങ്ങേയറ്റം ശ്വാസം മുട്ടി ജനത ഓരോരുത്തരും വെള്ളം കുടിച്ച് മുങ്ങിത്താഴുമ്പോ ആ കൂട്ടത്തിൽ സ്വന്തം മകനെയും നൂഹ് നബി കണ്ടു. ആ സന്ദർഭത്തിൽ നൂഹ് നബി പടച്ചവനോട് പറയുന്നൊരു വാക്കുണ്ട്, വനാദ നൂഹുൻ റബ്ബഹു. തന്റെ റബ്ബിനോട് നൂഹ് നബി പറഞ്ഞ സന്ദർഭം, ഫഖാല ഇന്ന ബിനി മിൻ അഹ്ലി. റബ്ബേ, നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നീ എനിക്ക് വാക്ക് തന്നിട്ടില്ലേ? ഇന്ന ഇബിനി, എന്റെ മകനാണ് ആ വെള്ളം കുടിച്ച് അവൻ മരണം വെപ്രാളം കാണിക്കുന്നത്. വ ഇന്ന വഅദകൽ ഹഖ്, നീ പറഞ്ഞ കരാറ് സത്യമാണെങ്കിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ മകനെ ഈ കപ്പലിൽ കയറ്റാൻ അനുവാദം നൽകണം. ഉടനെ റബ്ബിന്റെ കൽപ്പന തിരിച്ചു വന്നു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക. നൂഹേ, ഒരിക്കലും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. നിന്റെ ചോരയാവാം, നിന്റെ ചെലവിൽ ജീവിച്ചവനാകാം, നീ കെട്ടിയ പെണ്ണിലുണ്ടായതാവാം. പക്ഷേ നൂഹേ, അള്ളാഹുവിന്റെ ഈ ഒരു തീരുമാനപ്രകാരം നിന്റെ കപ്പലിൽ അവനെ കയറ്റണമെങ്കിൽ, നാളെ റബ്ബിന്റെ മഹിശറയിൽ നിന്റെ കുടുംബമായി പടച്ചോനവനെ പരിഗണിക്കണമെങ്കിൽ അവൻ തൗഹീദ് അംഗീകരിച്ചവനാവണം. അവൻ വിശ്വാസത്തിനെതിരാണ് നൂഹേ. നീ പ്രചരിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന് നിന്റെ മകനെതിരാ. അതുകൊണ്ടൊരിക്കലും നൂഹേ, നിന്റെ കൂട്ടത്തിൽ നിന്റെ മകനെ ചേർക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നില്ല. ഇത് തന്നെയാ നമ്മളിൽ ഓരോരുത്തർക്കും പരലോകത്ത് നേരിടേണ്ടതും. വാപ്പ നല്ല മുത്തഖി, തൗഹീദിൽ ഉറച്ചു നിന്നവൻ, ഒരു ജാറത്തിലും അക്ബറയിലും പോയി ഏലസ് കെട്ടാത്തവൻ, ഒരു മന്ത്രിച്ചൂതനും കയ്യ നീട്ടാത്തവൻ, അള്ളാഹു അല്ലാത്തൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവൻ, ആ വാപ്പാന്റെ മക്കളിൽ പലരും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ചെന്നു ചേരുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കൾ പറയണം, അള്ള എന്നോട് ചോദിക്കുന്ന സമയത്ത് നിന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, തൗഹീദിൽ ഉറച്ചു നിൽക്കാനും ആര് പയപ്പിക്കാൻ വന്നാലും തൗഹീദ് വിട്ടുകൊടുക്കരുതെന്നും ഞാൻ വസിയത്ത് കൊടുത്തിട്ടുണ്ട് റബ്ബേ. ഇന്ന് പടച്ചോനോട് പറയാൻ പറ്റണം. ഇതാണ് ഒന്നാമത്തെ വസിയത്ത്. മക്കളെ, തഖില്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫസ്തംസകൂ ബിത്തൗഹീദ്, തൗഹീദിൽ ഉറച്ചു നിൽക്കണം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമ മരണം കൺമുൻപിൽ കാണുമ്പോ മക്കളോട് പറയുന്നൊരു വാക്കുണ്ട്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ. മക്കളെ, വാപ്പ മരിച്ചാലും വാപ്പാന്റെ കൂടെ നിങ്ങൾക്ക് ചേരണമെങ്കിൽ ലാ തുശ്രിക് ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. മഹാനായ യൗക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ മരണം ആസന്നമായപ്പോ തന്റെ മക്കളെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, മക്കളെ, വാപ്പ മരിച്ചാൽ നിങ്ങൾ ആരെ ആരാധിക്കും? ഒന്നടങ്കം മക്കൾ തിരിച്ചു പറഞ്ഞു, താങ്കളുടെയും ഇബ്രാഹിമിന്റെയും രക്ഷിതാവായ അല്ലാഹു അല്ലാത്ത ഒരാളെ നേരെയും ഞങ്ങൾ പോവില്ല എന്ന് മക്കൾ ഒന്നടങ്കം പറഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ ആകാശത്തേക്ക് നോക്കി പറയുന്നുണ്ട്, അല്ലാഹുമ്മ അശ്ഹദ്, റബ്ബേ നീ സാക്ഷിയാ, എന്റെ മക്കൾക്ക് ഞാൻ തൗഹീദ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു അറിവാണ് ഇന്ന് രക്ഷിതാക്കൾ അറിയിച്ചു കൊടുക്കേണ്ടതും ആ ഉറപ്പാണ് മക്കളിൽ നിന്ന് നമ്മൾ തിരിച്ചു വാങ്ങേണ്ടതും.